ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഇത് കണ്ടോ, ഇത് നമ്മുടെ 1ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം ഏതായിരുന്നു? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അല്ലേ? അതിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞു കഥയാണ്. എന്താ കഥേൻ്റെ പേര് നോക്കിയേ? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്നല്ലേ? നമ്മൾ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള പാഠം പഠിച്ചപ്പോൾ അതിലാരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെയ്യരുത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞല്ലോ. ആരാ പറഞ്ഞേ? പോലീസ് ഓഫീസർ പറഞ്ഞല്ലേ? ആരോടാ പറഞ്ഞേ? ബസ്സിനോടും കാറിനോടും പറഞ്ഞു. ഓക്കെ, ഓർമ്മയില്ലേ? ഇനി ഈ ചിത്രത്തിൽ നോക്കിയാൽ എന്താ അവിടെ കാണുന്നതെന്ന് നോക്കിയേ. ആദ്യത്തെ ചിത്രം നോക്ക്. അതിൽ ഒരമ്മക്കോഴിയുണ്ട്, അച്ഛൻ കോഴിയുണ്ട് അല്ലേ? അമ്മക്കോഴിക്ക് എന്താ പറയുക മക്കളെ? ഹെൻ. ഓക്കെ, പിടക്കോഴിക്ക് ഹെൻ, HEN, ഹെൻ എന്ന് പറയും. അതുപോലെ അച്ഛൻ കോഴി, പൂവൻ കോഴിക്ക് കോക്ക്, COCK, കോക്ക് എന്ന് പറയും. ഓക്കെ, അവർ രണ്ടാളും ഉണ്ട്. പിന്നെ ഒരാളതാ അവിടുന്ന് ഒരു ബുഷ് ഇതിൻ്റെ ചെടീൻ്റെ പുറകിൽ മറിഞ്ഞിരുന്നിട്ട് ബൈനോക്കുലർ വെച്ചിട്ട് ഒരാൾ നോക്കുന്നതുണ്ടോ? എന്താ നോക്കുന്നത്? അമ്മക്കോഴി ഇരിക്കുന്നതിൻ്റെ അടിയിലൊരു മുട്ടയുണ്ട് അല്ലേ? ആ മുട്ട നോക്കലാണ്. ആരാ നോക്കുന്നയാളാരാ? മൗസാണ്. ഒരു എലി, ചുണ്ടരിയാണ് നോക്കുന്നത് അല്ലേ? ആ എലി എന്തിനാ നോക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. അടുത്ത ചിത്രം നോക്കിയേ. അച്ഛൻ കോഴി അമ്മക്കോഴിയോട് എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഓക്കെ, എന്നിട്ട് അമ്മക്കോഴി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോഴേക്കും ചുണ്ടരി ഓടി വന്ന് മുട്ട എടുത്തിട്ട് ഓടിപ്പോലാണ് അല്ലേ? നോക്കിയേ, മൂന്നാമത്തെ ചിത്രം കണ്ടോ? രണ്ടാമത്തെ ചിത്രത്തിൽ അമ്മക്കോഴി പറയുന്നുണ്ട്, ഓ നോ. എന്താ പറഞ്ഞേ? ഓ നോ, ഹേ സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ട് അമ്മക്കോഴി ഏതാ എലീൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ടല്ലേ? ഓടുന്ന കാണുന്നുണ്ട് നമ്മൾ. നോക്കി ചിത്രത്തിൽ നോക്കി. എന്നിട്ട് നോക്ക് എന്താ പറ്റി നോക്ക്. അങ്ങനെ മുട്ടയെ എടുത്തിട്ട് എലി ഓടിയപ്പോൾ അമ്മക്കോഴി പുറകെ തന്നെ ഉണ്ട്. അച്ഛൻ കോഴി റോഡ് സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? അന്നേരമാണ് നമ്മുടെ കാറും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. നോക്കിയേ, ആ ഊച്ചെന്ന് പറഞ്ഞ് കൂട്ടിയിടിക്കുന്നുണ്ടോ രണ്ടാൾക്കാരും തമ്മിൽ? അപ്പോൾ കൂട്ടിയിടിച്ചപ്പോൾ എന്താ പറ്റിയേ? കൂട്ടിയിടിച്ചപ്പോൾ കാറിൻ്റെ ലൈറ്റ് തെറിച്ചു പോയില്ലേ? ആ ലൈറ്റ് വന്നിട്ട് എലീൻ്റെ പുറത്താണ് അടിച്ചത്. നോക്കിയേ, കണ്ട എലി കരയുന്ന, ഔച്ച്, അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നത് എലി. അപ്പോൾ എലീൻ്റെ കയ്യിലുണ്ടായിരുന്ന മുട്ട തെറിച്ചു പോയി. അപ്പോഴേക്കും അമ്മക്കോഴി, ഓ മൈ എഗ്, അയ്യോ എൻ്റെ മുട്ട, അത് വീണ പൊട്ടിപ്പോയില്ലേ? മുട്ട നിലത്ത് വീണാൽ എന്ത് പറ്റും? അയ്യോ എൻ്റെ മുട്ട എന്ന് ഒച്ചത്തിൽ കരഞ്ഞു അമ്മക്കോഴി. പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റാണ്ട് അമ്മക്കോഴിക്ക് തന്നെ ആ മുട്ട പിടിക്കാൻ പറ്റിയല്ലേ? നോക്കി, അമ്മക്കോഴീൻ്റെ കയ്യിൽ സേഫായിട്ട് അമ്മയെ മുട്ട പിടിച്ചെടുത്തു. എന്നിട്ട് എന്താ നോക്കി, അച്ഛൻ കോഴി വന്നിട്ട് ചോദിക്കലാണ്, പൂവൻ കോഴി അല്ലേ, കോക്ക് വന്നിട്ട് ചോദിക്കലാണ്. എന്താ ചോദിച്ചേ? ഈസ് ഇറ്റ് ഓക്കെ? മുട്ട ഓക്കെ ആണോ? ഒന്നും പറ്റിയിട്ടില്ലല്ലോ? ഈസ് ഇറ്റ് ഓക്കെ? അടുത്ത പേജിൽ നോക്കിയാൽ മക്കളെ. എന്നിട്ട് നമ്മളെ മൗസ് എഗ്ഗും കൊണ്ട് വരുന്നതും കാത്ത് ബാക്കിയുള്ള മൗസൊക്കെ വെയിറ്റ് ചെയ്യലായിരുന്നു തോന്നുന്നു അല്ലേ? നോക്കിയേ, കം കം എന്ന് പറയുന്നുണ്ട് അവർ അല്ലേ? മൗസ് പറയുന്നുണ്ട് കം കം, വേഗം വാ വേഗം വാ എന്നായിരിക്കും അല്ലേ? പക്ഷേ മൗസിൻ്റെ കയ്യിൽ എഗ്ഗ് ഉണ്ടോ? ഇല്ല അല്ലേ? ആ എഗ്ഗ് അവിടെ കിട്ടി, കറക്റ്റായിട്ട് അമ്മക്കോഴിയുടെ കയ്യിൽ തന്നെ കിട്ടി എഗ്ഗ് അല്ലേ? അടുത്ത ചിത്രത്തിൽ നോക്ക്. എന്താ പറയുന്നത്? അമ്മക്കോഴി അച്ഛൻ കോഴിയോട് ഹെന്ന് കോക്കിനോട് പറലാണ്. എന്താ പറയുന്നത് നോക്ക്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. എന്താ പറഞ്ഞ്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിങ്ങളുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ചിലപ്പോൾ കോക്ക് അച്ഛൻ കോഴി നോക്കാണ്ട് പോയതുകൊണ്ടായിരിക്കും അല്ലേ? പൂവൻ കോഴി നോക്കാണ്ട് പോയില്ലേ? അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ അല്ലേ? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു ഹെൻ. ആരോട് പറഞ്ഞു? കോക്കിനോട് പറഞ്ഞു. സോ കോക്ക് പറഞ്ഞു, ഐ എം സോറി. അപ്പോൾ എന്താ റിപ്ലൈ ചെയ്തേ? ഹെൻ എന്താ റിപ്ലൈ ചെയ്തേ നോക്ക്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ നോക്ക്, ആ ചിത്രത്തിൽ നോക്ക്. ആ നമ്മുടെ മുട്ടയും കൊണ്ട് വരുന്നതും കാത്തിരിക്കലായിരുന്നു ബാക്കിയുള്ള മൗസ് അല്ലേ? കിട്ടിയില്ല, മുട്ട പോയി. ആ ദേഷ്യത്തിന് ബാക്കിയുള്ള മൗസൊക്കെ കൂടി നോക്കിയേ, നമ്മുടെ മൗസിനെ ഏതാ എടുത്തു കൊണ്ടുവന്ന് അടിച്ച് ചമ്മന്തിയാക്കിയെന്ന് തോന്നുന്നല്ലേ? മുട്ട കളഞ്ഞ ദേഷ്യത്തിന്. ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കഥ പറയാം മക്കളെ അല്ലേ? അല്ലാണ്ട് ആ കഥയിൽ വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. നോക്കി, ആ മൗസിനെ അവരൊക്കെ കൂടി എടുത്തു കൊണ്ടുവന്ന് കാണുന്നുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നുണ്ട് എന്ത്? ഒരു മൗസിൻ്റെ കയ്യിലതാ ഒരു വടി, മുട്ട പോയ ദേഷ്യത്തിന് അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേണമെങ്കിൽ അല്ലേ? നോക്ക്. എന്തായാലും നമുക്ക് ഹെന്നിനും കോക്കിനും അമ്മക്കോഴിക്കും അച്ഛൻ കോഴിക്കും അവരുടെ മുട്ട സേഫായിട്ട് കിട്ടി അല്ലേ? വെരി ഗുഡ്. നോക്കിയേ, ഹാപ്പി എൻഡിങ് അല്ലേ? അപ്പം അമ്മക്കോഴി അച്ഛൻ കോഴിയോട് പറഞ്ഞു, ഹെൻ കോക്കിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ,
ഇനി അടുത്ത പേജിൽ നോക്കിയാൽ എന്താ കാണുന്നത് നോക്കിയേ, 4 ചിത്രമുണ്ട് അവിടെ തന്നിട്ടില്ലേ. അതിൽ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്, മേലെ വായിച്ച് നോക്കിയേ. വേർ ഈസ് ദ എഗ്, ഡ്രോ ഇറ്റ് ഇൻ ദ സ്യൂട്ടബിൾ പ്ലേസ്. ഇപ്പോൾ ആ മുട്ട എവിടെയാണ് ഉള്ളത്, അത് അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ, കറക്റ്റായിട്ടുള്ള പ്ലേസിൽ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, ചിത്രം നോക്കിയേ. ആദ്യത്തേതിൽ കോഴി പറന്നു പോകുന്നുണ്ട്, രണ്ടാമത്തേതിൽ അമ്മ കോഴി അച്ഛൻ കോഴി കൂടി എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്, മൂന്നാമത്തേതിലും വർത്തമാനം പറയുന്ന പോലെ കാണുന്നു, നാലാമത്തേതിൽ എലി എന്തോ എടുത്തിട്ട് ഓടുന്നത് പോലെ കാണുന്നു അല്ലേ. ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചിത്രം വരയ്ക്കാം. പക്ഷേ ഈ സ്റ്റോറിയിലൊരു ഹാപ്പി എൻഡിങ് ആണ് അല്ലേ. ആ സ്റ്റോറിയിൽ അവസാനം ആ മുട്ട ആരുടെ കയ്യിലാണുള്ളത്, അമ്മക്കോഴിയുടെ കയ്യിലല്ലേ. അതുകൊണ്ട് നമുക്ക് ആ മൂന്നാമത്തെ ചിത്രത്തിൽ അമ്മക്കോഴിയുടെ കയ്യിൽ മുട്ട വരച്ചു കൊടുക്കാം അല്ലേ, കാരണം ഹാപ്പി എൻഡിങ് ആയിക്കോട്ടെ. ഓക്കെ, ആ കഥ അത്രയേ ഉള്ളൂ മക്കളെ കേട്ടോ, ചെറിയ കഥയാണത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ യൂണിറ്റിൽ കാണാം. ഓക്കെ, അപ്പോൾ സീ യു, ബൈ. നല്ലോണം വായിച്ച് പഠിക്കുക മക്കളെ. ബൈ ബൈ.